മുഖംമൂടികൾ അഴിയാൻ പോകുന്നു. മൗനമായി നിന്ന ദക്ഷിന്റെ പ്രതികാരം ഇന്ന് തുടങ്ങും. ഇതൊരു എൻഗേജ്മെന്റ് മാത്രമല്ല, സത്യങ്ങൾ പൊട്ടിത്തെറിക്കുന്ന നിമിഷം. വെൽക്കം ടു അവർ സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 11. രാവിലെ ഓഫീസിലെ അന്തരീക്ഷം പതിവിലും വ്യത്യസ്തമായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് അസ്വാഭാവികമായ ഗൗരവം. വേദ തന്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ പലരും തമ്മിൽ മന്ദമായി സംസാരിക്കുന്നതും അവളെ കണ്ടതും നിശബ്ദരാകുന്നതും അവൾ ശ്രദ്ധിച്ചു. അവളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത. അപ്പോഴായിരുന്നു അവളുടെ ഡെസ്കിലെ ഫോൺ റിങ് ചെയ്തത്. മിസ് വേദ, ബോർഡ് റൂമിലേക്ക് വരൂ. നേഹയുടെ ശബ്ദം. വേദ ബോർഡ് റൂമിലേക്ക് കയറുമ്പോൾ അവിടെ നേഹ, ചില ബോർഡ് മെമ്പേഴ്സ്, ഫിനാൻസ് ഹെഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. റൂമിലെ അറ്റ്മോസ്ഫിയർ കടുപ്പം നിറഞ്ഞത്. നേഹ ഫയൽ ടേബിളിലേക്ക് തള്ളി. എക്സ്പ്ലെയിൻ ദിസ്. വേദ ഫയൽ എടുത്തു നോക്കി. ദക്ഷ് പേഴ്സണലി ഹാൻഡിൽ ചെയ്തിരുന്ന ഫോറിൻ ക്ലയൻറ്റ് പ്രോജക്റ്റ്. പക്ഷേ ഫിഗേഴ്സ് എല്ലാം തെറ്റായിരുന്നു. അപ്രൂവൽ മെയിലുകളിൽ അവളുടെ ഡിജിറ്റൽ ഓതറൈസേഷൻ. വേദയുടെ മുഖം നിറം കെട്ടു. ഇറ്റ്സ് ഇമ്പോസിബിൾ, ഞാൻ അപ്രൂവ് ചെയ്തിട്ടില്ല. നേഹ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്റം ലോഗ്സ് പറയുന്നത് വേറെയാണ്. ഒരു ബോർഡ് മെമ്പർ കണ്ണട ശരിയാക്കി. മിസ് വേദ, കമ്പനിക്ക് ഹ്യൂജ് ലോസ് വന്നിട്ടുണ്ട്. സർ, ഞാൻ ചെയ്തിട്ടില്ല. ഇനഫ്. നേഹ ഇടയിൽ കയറി. ഇന്റേണൽ എൻക്വയറി കംപ്ലീറ്റ് ആകുന്നത് വരെ യു ആർ പ്ലേസ്ഡ് ഓൺ ടെമ്പററി ലീവ്. ആ വാക്കുകൾ വേദയുടെ ചെവിയിൽ മുഴങ്ങി. ടെമ്പററി ലീവ്? അതെ. നേഹ കസേരയിലോട്ട് പിന്നോട്ട് ചാരി. കമ്പനി റെപ്യൂട്ടേഷനാണ് മുൻഗണന. വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. ദക്ഷ് സർ എവിടെയാണ്? എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. നേഹ മറുപടി പറയുന്നതിന് മുൻപ് ബോർഡ് മെമ്പേഴ്സിൽ ഒരാൾ പറഞ്ഞു, മിസ്റ്റർ ദക്ഷ് ഇന്ന് അവൈലബിൾ അല്ല. അതേസമയം സിറ്റി ഹോസ്പിറ്റൽ. ദക്ഷ് തൻ്റെ മുത്തശ്ശിയുടെ ഡിസ്ചാർജ് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇന്ന് മനസ്സ് വേറെ എവിടെയാണല്ലോ? ദക്ഷ് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. നത്തിങ് അമ്മാമ്മ. പക്ഷേ അവൻ്റെ മനസ്സ് മുഴുവൻ വേദയിലായിരുന്നു. ഓഫീസ് പാർക്കിംഗ് ഏരിയയിൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് വേദ പുറത്തേക്ക് നടന്നു. അവിടെ ഓൾറെഡി കാറിൻ്റെ അടുത്ത് അർജുൻ നിന്നിരുന്നു. മുഖത്ത് സിമ്പതി വരുത്തി. വേദ. അവളൊന്നും പറഞ്ഞില്ല. നേഹ വിളിച്ചെല്ലാം പറഞ്ഞു. അവൻ അടുത്തേക്ക് വന്നു. ഡോൺ വറി, ഇതൊക്കെ ചെറിയ കാര്യമാണ്. വേദ വേദനയോടെ നോക്കി. എൻ്റെ കരിയറാണ്. അർജുൻ ചെറുതായി ചിരിച്ചു. കരിയർ? അവൻ്റെ ശബ്ദം പതിയെ മാറി. സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ ജോലി തുടർന്ന് ചെയ്യുന്നതിൽ മോമിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വേദ ഞെട്ടി. എന്താ? അതിൽ ഷോക്കാകാൻ എന്താ? അവൻ ഷോൾഡേഴ്സ് ഉയർത്തി ചോദിച്ചു. നമ്മുടെ ഫാമിലി സ്റ്റാറ്റസുകൾ വേറെയാണ്. എൻ്റെ വൈഫ് ഓഫീസിലൊക്കെ സ്ട്രെസ് എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. വേദയുടെ മുഖം ചുവന്നു. അതായത് ഞാൻ ജോലി നിർത്തണമെന്നാണോ? അതെ. അവൻ വളരെ സാധാരണമായി പറഞ്ഞു. വീട്, ഫാമിലി, സോഷ്യൽ ഇവൻറ്റ്സ് അതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. വേദ അവനെ നോക്കി നിന്നു. ഇതുവരെ കാണാത്ത ഒരാളായിരുന്നു മുന്നിൽ. എൻ്റെ സ്വപ്നങ്ങൾ? അർജുൻ ചിരിച്ചു. വേദ, പ്രാക്ടിക്കലാകണം. ഗേൾ ഷുഡ് നോ പ്രയോറിറ്റീസ് ആഫ്റ്റർ മാരേജ്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കത്ത് പോലെ കുത്തി. കഫറ്റീരിയയിൽ അഞ്ജലി തുടരെ വേദയെ വിളിക്കുകയായിരുന്നു. കോൾ റിജക്ട്. പിന്നെയും വിളിച്ചു. അവസാനം കോൾ അറ്റൻഡ് ചെയ്തു. വേദ, എന്താ സംഭവിച്ചത്? മറുവശത്ത് കുറച്ചു നിമിഷം നിശബ്ദത. പിന്നെ വിങ്ങിയ ശബ്ദം. അഞ്ജലി, ഞാൻ സസ്പെൻഡായി. അഞ്ജലി ഞെട്ടി എഴുന്നേറ്റു. വാട്ട്? വേദ എല്ലാം പറഞ്ഞു. പ്രോജക്റ്റ് ഫെയിലിയർ, ടെമ്പററി ലീവ്, അർജുൻ പറഞ്ഞ വാക്കുകൾ വരെ. കോൾ കട്ട് ചെയ്തതും അഞ്ജലിയുടെ മുഖം കടുത്തു. അവൾ നേരെ ആദിയുടെ ക്യാബിനിലേക്ക് പാഞ്ഞു. ആദി അത് കേട്ടതും അവൻ്റെ മുഖം മുറുകി. ഡാം. അഞ്ജലി ഉത്കണ്ഠയോടെ ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? ആദ്യ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. എങ്ങനെ? പ്രൂഫ്. അവൻ ലാപ്ടോപ്പ് തുറന്നു. സെർവർ ലോഗ്സ് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രേസ് ഉണ്ടാകും. അഞ്ജലി നെർവസായി. ദക്ഷിനെ അറിയിക്കണ്ടേ? ആദ്യ ഉടൻ ഫോൺ എടുത്തു. ദക്ഷ് അറ്റൻഡ് ചെയ്തു. ബ്രോ. ആദിയുടെ ശബ്ദം ഗൗരവമായി. ഒരു പ്രശ്നമുണ്ട്. എല്ലാം കേട്ടതും ദക്ഷിൻ്റെ മുഖം കട്ടിയായി. ഹൂ ഡിഡ് ദിസ്? സ്റ്റിൽ ചെക്കിംഗ്. ദക്ഷ് പല്ല് കടിച്ചു. ഫൈൻ പ്രൂഫ് ഫാസ്റ്റ്. വൈകുന്നേരം വേദ വീട്ടിലെത്തി. മുഖത്തെ വിഷാദം കണ്ട അമ്മ ചോദിച്ചു, എന്താ? വേദ എല്ലാം പറഞ്ഞു. അമ്മ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ വളരെ സാധാരണമായി പറഞ്ഞു, ഇപ്പോഴെങ്കിലും ജോലി കാര്യങ്ങൾ മറന്ന് എൻഗേജ്മെൻറ്റിലേക്ക് ശ്രദ്ധിക്കൂ. വേദ ഞെട്ടി. അമ്മ, അർജുൻ്റെ വീട്ടുകാർക്ക് എന്താണ് ഇഷ്ടമെന്ന് നോക്കണം. വേദ, എനിക്ക് നേരെ തെറ്റായ ആരോപണമുണ്ട് അമ്മ. അത് പിന്നീട് നോക്കാം. വേദയുടെ ശബ്ദം വിറച്ചു. എൻ്റെ ജീവിതം എല്ലായ്പ്പോഴും പിന്നീടാണോ? അമ്മ കടുപ്പത്തോടെ പറഞ്ഞു. വേദ, പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ആ വാക്കുകൾ കേട്ട നിമിഷം വേദയുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ദേഷ്യം പൊട്ടി. ഇനഫ് അമ്മ. വീട്ടിൽ നിശബ്ദത. ആദ്യമായാണ് വേദ ഇങ്ങനെ ശബ്ദമുയർത്തുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ ഇഷ്ടം, എൻ്റെ ജോലി, എൻ്റെ ജീവിതം, ഇതിലൊന്നിനും വിലയില്ലേ? അമ്മ ഞെട്ടി നിന്നു. വേദ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് ഓടി. വാതിലടച്ച് കിടക്കയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. പുറത്ത് രാത്രി കനത്തു. പക്ഷേ മറ്റൊരിടത്ത് നേഹ ലാപ്ടോപ്പ് അടച്ച് അപകടകരമായി ചിരിച്ചു. ടുമോറോ വേദ ഈസ് ഫിനിഷ്ഡ്. രാത്രി മുഴുവൻ വേദയ്ക്ക് ഉറങ്ങാനായില്ല. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ. ജോലിയിലെ അപമാനം, അമ്മയുടെ വാക്കുകൾ, അർജുൻ്റെ യഥാർത്ഥ മുഖം, ഇതെല്ലാം ചേർന്ന് അവളുടെ മനസ്സ് തകർന്നിരുന്നു. എന്നാൽ മറുവശത്ത് തൻ്റെ അപ്പാർട്ട്മെൻറ്റ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ദക്ഷ് നഗരത്തിൻ്റെ രാത്രി വെളിച്ചങ്ങളിലേക്ക് നോക്കുകയായിരുന്നു. കണ്ണുകളിൽ പതിവിലെ തണുപ്പ്. പക്ഷേ ഉള്ളിൽ തീ പടർന്നിരുന്നു. ടേബിളിന് മുന്നിൽ തെളിവുകൾ, ബാങ്ക് ട്രാൻസാക്ഷൻസ്, സെർവർ ലോഗ്സ്, CCTV ക്ലിപ്സ്. ആദ്യം അവൻ്റെ മുന്നിൽ നിന്നു. എവറിത്തിങ് ഇസ് സോളിഡ് ബ്രോ. ദക്ഷ് ഫയൽസ് അടച്ചു. അവൻ്റെ ശബ്ദം മുറുകുകയായിരുന്നു.
നാളെ എല്ലാവരുടെ മുന്നിൽ അർജുനൻ നേഹ്യം ചെയ്തതിൻ്റെ വില കൊടുക്കും. അവൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ ജ്വാല. തനിക്ക് സംഭവിച്ച ഓരോ നഷ്ടത്തിനും അവൻ മറുപടി പറയിക്കാൻ തയ്യാറായിരുന്നു. എൻഗേജ്മെൻറ്റ് ദിവസം നഗരത്തിലെ പ്രമുഖ കൺവെൻഷൻ ഹാൾ മുഴുവൻ ആഘോഷത്തിൻ്റെ തിളക്കത്തിൽ മുങ്ങിയിരുന്നു. ഗോൾഡൻ ലൈറ്റ്സ്, വൈറ്റ് ഓർക്കിഡ്സ്, ഗ്രാൻഡ് സ്റ്റേജ്. ഗസ്റ്റുകൾ ഓരോന്നായി എത്തിത്തുടങ്ങി. എല്ലായിടത്തും ചിരികളും ആശംസകളും. ബ്രൈഡൽ റൂമിൽ വേദ കണ്ണാടിയുടെ മുന്നിലിരിക്കുകയായിരുന്നു. ഡീപ്പ് മെറൂൺ ലെഹങ്ക, ഹെവി ജ്വല്ലറി, പെർഫെക്റ്റ് ബ്രൈഡ് ടു ബി. പക്ഷേ അവളുടെ കണ്ണുകളിൽ ആ തിളക്കമില്ലായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് അവസാന ടച്ചപ്പ് കൊടുക്കുമ്പോൾ അഞ്ജലി പതുക്കെ അടുത്തു വന്നു. "നീ ഓക്കെ ആണോ?" വേദ ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചു. ഇനി ഓക്കെ അല്ലെങ്കിൽ പോലും എന്തു മാറ്റം? അഞ്ജലി അവളുടെ കൈ മുറുകെ പിടിച്ചു. "എവറിത്തിങ് വിൽ ബി ഫൈൻ." പക്ഷേ അവളുടെ മനസ്സിലും ഭയം നിറഞ്ഞിരുന്നു. അർജുൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഗസ്റ്റുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. മുഖത്ത് വലിയ വിജയച്ചിരി. അവൻ്റെ കണ്ണുകളിൽ അഹങ്കാരം. പക്കൽ നിന്ന് നേഹയുടെ അതരങ്ങളിലും തൃപ്തിയുടെ ചിരി. ഇന്നലെ വരെ ദക്ഷിൻ്റെ വിശ്വസ്ത എംപ്ലോയി ആയിരുന്ന വേദ ഇന്ന് കുറ്റക്കാരി. ഇന്ന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അവളുടെ ജീവിതം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലാകുമെന്ന് നേഹ കരുതി. അവർ അർജുനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഗെയിം ഓവർ." അർജുൻ കുടിലതയോടെ ചിരിച്ചു. ദക്ഷിന് ഇനി ഒന്നും ചെയ്യാനായില്ല. സ്റ്റേജ് അനൗൺസ്മെൻറ്റ്. ആങ്കർ മൈക്കെടുത്തു. "ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ മൊമെന്റ് വി ഓൾ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ." ഗസ്റ്റുകൾ കൈയടിച്ചു. "പ്ലീസ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ കപ്പിൾ, അർജുൻ ആൻഡ് വേദ." ഹോൾ മുഴുവൻ കൈയടി. വേദ സ്റ്റേജിലേക്ക് നടന്നു. ഓരോ ചുവടും ഭാരമായിരുന്നു. അവൾ സ്റ്റേജിൽ അർജുൻ്റെ അടുത്ത് നിന്നു. അർജുൻ അവളുടെ അടുത്തേക്ക് ചെരിഞ്ഞ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "സ്മൈൽ." "ഡ്രാമ വേണ്ട." വേദ അവനെ നോക്കിയില്ല. ട്രൈ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആങ്കർ ചിരിച്ചു. "നൗ ദ റിംഗ് എക്സ്ചേഞ്ച്." അർജുൻ മോതിരമെടുത്തു. വേദയുടെ വിരലിലേക്കിടാൻ കൈനീട്ടിയ നിമിഷം ഹാളിൻ്റെ വലിയ വാതിലുകൾ തുറക്കുന്ന ശബ്ദം. എല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. വാതിലിൽ ബ്ലാക്ക് സൂട്ടിൽ കഠിനമായ മുഖഭാവത്തോടെ ദക്ഷ്. അവൻ്റെ പിന്നാലെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ. ഹാള് മുഴുവൻ നിശബ്ദത. വേദയുടെ ശ്വാസം നിലച്ചു. അർജുൻ്റെ മുഖത്തെ ചിരി മങ്ങി. നേഹയുടെ കണ്ണുകൾ ഭയത്തോടെ ചുറ്റും നോക്കി. ദക്ഷ് പതുക്കെ സ്റ്റേജിലേക്ക് നടന്നു. ഓരോ ചുവടും ഹാളിലുള്ള ടെൻഷൻ കൂട്ടി. അവൻ സ്റ്റേജിൽ കയറി നേരെ അർജുൻ്റെയും നേഹയുടെ മുന്നിൽ നിന്നു. ഒരു പോലീസ് ഓഫീസർ മുന്നോട്ട് വന്നു. "മിസ്റ്റർ അർജുൻ, മിസ് നേഹ." അയാൾ വാറണ്ട് പുറത്തെടുത്തു. "യു ആർ അണ്ടർ അറസ്റ്റ്." ഹാൾ മുഴുവൻ ഷോക്ക്. ഗസ്റ്റുകളുടെ ഇടയിൽ അടക്കിപ്പറച്ചിലുകൾ. "വാട്ട്? അറസ്റ്റ്? എന്താണ് നടക്കുന്നത്?" അർജുൻ പൊട്ടിത്തെറിച്ചു. "ദിസ് ഇസ് നോൺസെൻസ്." പോലീസ് ഓഫീസർ കർശനമായി പറഞ്ഞു. "മിസ്റ്റർ ദക്ഷ് ഒരു ഫോർമൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്." മറ്റൊരു ഓഫീസർ തുടർന്നു. "കോർപ്പറേറ്റ് അട്ടിമറി, തെളിവ് നശിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന." നേഹയുടെ മുഖം നിറം കെട്ടു. "നോ, ദിസ് കാൺ ബി." ദക്ഷ് ഒരു മാറ്റവുമില്ലാതെ നിന്നു. പോലീസ് ഓഫീസർ എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു, "സെർവർ കൃത്രിമത്വം, വ്യാജ അംഗീകാര രേഖകൾ, സാമ്പത്തിക ഇടപാട് രേഖകൾ, എല്ലാ തെളിവുകളും ഇവർക്ക് രണ്ടുപേർക്കും എതിരാണ്." അർജുൻ ദക്ഷിനെ നോക്കി പല്ല് കടിച്ചു. "യു പ്ലാൻ ദിസ്?" ദക്ഷ് അവനെ തണുത്ത കണ്ണുകളോടെ നോക്കി. "ഇല്ല അർജുൻ, നീ തന്നെ പ്ലാൻ ചെയ്ത കുടുക്കിൽ നീ തന്നെ വീണു." നേഹ പിന്നോട്ട് മാറാൻ നോക്കി. പക്ഷേ പോലീസ് അവളുടെ കയ്യിൽ പിടിച്ചു. "സാർ, നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ പറയുന്ന എന്തും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാം." അർജുനെയും പിടിച്ചു. അവൻ അവസാനമായി വേദയെ നോക്കി. വേദ ആദ്യമായി അവൻ്റെ കണ്ണിലേക്ക് നേരെ നോക്കി. അവളുടെ നോട്ടത്തിൽ വെറുപ്പ് മാത്രം. ഒരു വാക്കുപോലും പറഞ്ഞില്ല. പോലീസ് അവരെ കൊണ്ടുപോയി. ഹാൾ മുഴുവൻ നിശബ്ദത. ഗസ്റ്റുകൾ തമ്മിൽ മന്ദമായി സംസാരിക്കാൻ തുടങ്ങി. "ഇതെന്താ? അവൻ ക്രിമിനലാണോ? പെണ്ണിൻ്റെ ഭാഗ്യം." അവ്യക്തമായ ചർച്ചകൾ ഹാൾ മുഴുവൻ നിറഞ്ഞു. സ്റ്റേജിൽ നിന്നുകൊണ്ട് വേദ പതുക്കെ ശ്വാസം വിട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി അവളുടെ മുഖത്ത് ആശ്വാസം. ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോയതുപോലെ. അവളുടെ കണ്ണുകൾ അനായാസം ദക്ഷിനെ തേടി. അവൻ അവളെ നോക്കുകയായിരുന്നു. ആ നോട്ടത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. "ഞാൻ പറഞ്ഞില്ലേ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഉറപ്പ്." പക്ഷേ ആ നിമിഷം തന്നെ വേദയുടെ അച്ഛൻ കോപത്തോടെ മുന്നോട്ട് വന്നു. "മിസ്റ്റർ ദക്ഷ്." ഹാൾ മുഴുവൻ നിശബ്ദത. അച്ഛൻ്റെ കണ്ണുകളിൽ രോക്ഷം. "ഇതെല്ലാം ചെയ്യാൻ എൻഗേജ്മെൻ്റ് ഡേ തന്നെയാണോ കണ്ടത്?" അമ്മയും ചേർന്നു. "ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ആളുകൾക്ക് മുന്നിൽ അപമാനിച്ചു." അർജുൻ്റെ അച്ഛനും മുന്നോട്ട് വന്നു. "ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ." ദക്ഷ് ശാന്തമായി നിന്നു. പക്ഷേ അവരുടെ ഓരോ വാക്കും കുറ്റപ്പെടുത്തലുകളായിരുന്നു. "നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു." വേദ ഞെട്ടി. ദക്ഷ് ഒരു നിമിഷം പോലും മറുപടി പറഞ്ഞില്ല. അവൻ പതുക്കെ വേദയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ആശയക്കുഴപ്പം. അവൻ തിരിഞ്ഞു പോകാൻ തുടങ്ങി. "ദക്ഷ്." വേദയുടെ ശബ്ദം. അവൻ നിർത്തി. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. വേദ അവൻ്റെ പിന്നാലെ നോക്കി നിന്നു. അവളുടെ മനസ്സിൽ ആദ്യമായി ഒരു വ്യക്തമായ തിരിച്ചറിവ്. എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുമ്പോഴും ഇന്ന് അവളെ രക്ഷിച്ചത് അവനായിരുന്നു. ദക്ഷ് ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.